ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ അടിപൊളിയായിട്ടൊരു ലേഹ്യം പറഞ്ഞു തരാമേ. അതായത് നമ്മുടെ ഫുൾ ബോഡി ബ്രൈറ്റൻ ചെയ്യാനും നമ്മുടെ മുടി വളരാനും ബ്ലഡ് ഉണ്ടാവാനും ഒക്കെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന, കുഞ്ഞുങ്ങൾക്കും ഒക്കെ കൊടുക്കാൻ പറ്റുന്ന അടിപൊളി ഒരു ലേഹ്യം ഞാൻ പറയുന്നത് കേട്ടോ. ഇത് നിങ്ങൾ ഡെയിലി ഓരോ സ്പൂൺ വെച്ചിട്ട് നിങ്ങൾ കഴിച്ചു നോക്കണം. ഒരുപാട് ഒരു മാസം കൊണ്ട് നിങ്ങൾക്ക് എന്ത് മാറ്റമോ വരുന്നതെന്ന് നിങ്ങൾ എനിക്കൊന്ന് കമൻറ്റ് ചെയ്യണം. കാരണം അത്രത്തോളം നല്ലൊരു ലേഹ്യമാട്ടോ ഈ പറയുന്നത് ഞാൻ. അതായത് ഇതുണ്ടാക്കാൻ ഒരു ഇമ്മിണി പാടാ, എന്നിരുന്നാലും നല്ല റിസൾട്ടാണ്. അപ്പോൾ പാടാന്ന് പറഞ്ഞിട്ട് ആരും ഉണ്ടാക്കാതിരിക്കുകയൊന്നും ചെയ്തൊന്നും ഉണ്ടാക്കണം. അടിപൊളി റിസൾട്ടാട്ടോ, നല്ല മാറ്റം വരും. ഫുൾ ബോഡി ബ്രൈറ്റൻ ചെയ്തിരിക്കും, ഉറപ്പാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണം. അപ്പോൾ ഇതിന് എന്തൊക്കെയാണ് വേണ്ടതെന്ന് വെച്ചാൽ, അതിൻ്റെ ഒരു അളവെന്ന് വെച്ചാൽ 1/2 കിലോ ബീട്രൂട്ടാണ് ഇതിനകത്ത് മെയിൻ. 1/2 കിലോ ബീട്രൂട്ട് എടുക്കുക, 1/2 കിലോ ശർക്കര എടുക്കുക, ഒരു തേങ്ങയുടെ പാല്, 1-ാം പാല് 2-ാം പാൽ എന്നുള്ള രീതിക്ക് എടുത്ത് വെച്ചേക്കുക. എന്നിട്ട് 1-2 ഏലക്കയും, അതുപോലെ തന്നെ നമ്മുടെ ഉള്ളത് കണക്ക് നട്ട്സ് ഉണ്ടെങ്കിൽ നട്ട്സ്, അതുപോലെ തന്നെ ബദാം, ഇത് രണ്ടും ഉള്ളത് കണക്ക് എടുത്ത് വെച്ചേക്കുക. എന്നിട്ട് അത് രണ്ടും കൂടെ ഒന്ന് മിക്സിയിലിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് പൊടിച്ച് വെച്ചേക്കണം. അതുപോലെ എന്നിട്ട് നമ്മുടെ ഈ ബീട്രൂട്ട് ഉണ്ടല്ലോ, ബീട്രൂട്ട് അതിൻ്റെ തോലൊക്കെ കളഞ്ഞിട്ട് നല്ലപോലെ ഒന്ന് കഷ്ണങ്ങളാക്കി നമ്മുടെ ചെറിയ കുക്കറിലിട്ടിട്ട്, ഒരു ചെറിയ കുക്കർ എടുത്താൽ മതി, അതിലിട്ടിട്ട് നമ്മുടെ ഈ 2-ാം പാൽ ഒഴിച്ച് ഇതൊരു 3-4 വിസിൽ വരുന്നവരെ ഒന്ന് നല്ലപോലെ വേവിച്ചെടുക്കണം. അപ്പോൾ അത് വേവാൻ വെക്കുന്ന സമയത്ത് ആ ടൈം കൊണ്ട് നമുക്ക് നമ്മുടെ ഈ ശർക്കര ഉണ്ടല്ലോ അതൊന്ന് ഉരുക്കിയെടുക്കണം. ആ ശർക്കര ഒന്ന് ഇട്ടിട്ട് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് നല്ലപോലെ ഒന്ന് ഉരുക്കി വെച്ചേക്കുക. അപ്പോൾ അപ്പോഴത്തേക്കും നമ്മുടെ കുക്കറിലിരിക്കുന്ന ഈ ബീട്രൂട്ട് നല്ലപോലെ വെന്ത് കിട്ടും. വെന്ത് അത് തണുത്ത് കഴിയുമ്പോൾ മിക്സിയുടെ ജാറിലിട്ടിട്ട് നല്ലപോലെ അരച്ചിട്ട് ഒരു ചുവട് കട്ടിയുള്ള ഒരു പാത്രത്തിൽ ഒഴിക്കുക. ഇപ്പോൾ നോൺ സ്റ്റിക്ക് ഒക്കെ എടുക്കുവാണെങ്കിൽ അടിയിലൊന്നും പിടിക്കത്തില്ല, അല്ലാത്ത വയ്ക്കുമ്പോൾ അടിയിലൊക്കെ പിടിക്കുന്നുള്ളൊരു ഇത് വരും. അപ്പം അങ്ങനെയുള്ള അതുപോലെ പെട്ടെന്നൊന്ന് വരണ്ട് കിട്ടാനും ഒക്കെ എളുപ്പമാണ്. അപ്പോൾ നോൺ സ്റ്റിക്ക് പാൻ ആണെങ്കിൽ അതാണ് ഇച്ചിരി കൂടെ നല്ലത്. അപ്പോൾ അതിലേക്ക് ഒഴിക്കുക. എന്നിട്ട് നമ്മുടെ 1-ാം പാലുണ്ടല്ലോ അതും അതുപോലെ തന്നെ നമ്മൾ ഈ ഉരുക്കി വെച്ചേക്കുന്ന ശർക്കര ഒന്ന് അരിച്ചൊഴിച്ച് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തിട്ട് നമ്മൾ അടുപ്പിൽ വെച്ചിട്ട് നമ്മൾ കുറുക്കൊക്കെ ഉണ്ടാക്കുമല്ലോ, ഇപ്പം നടുവേദനയ്ക്കൊക്കെ ലേഹ്യമൊക്കെ ഉണ്ടാക്കുമല്ലോ, കൂമ്പ് കുറുക്കൊക്കെ ചെയ്ത് അതുപോലെ നല്ലപോലെ കുറുക്കിയെടുക്കണം. കുറുകി ഇതൊന്ന് നല്ല ടൈറ്റായി വരുന്ന സമയത്ത് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കണം. വീണ്ടും അത് ടൈറ്റാക്കി എടുക്കുക. ലാസ്റ്റ് നമ്മൾ ആ ഏലക്ക ഒന്ന് പൊടിച്ചിട്ട് കൊടുക്കുക. അതുപോലെ നമ്മൾ പൊടിച്ച് വെച്ച അണ്ടിപ്പരിപ്പും ബദാമും ഉണ്ടല്ലോ അതുകൂടി ഇട്ട് കൊടുക്കുക. നല്ലപോലെ കുറുക്കിയിട്ട് അതെടുത്ത് തണുത്ത് കഴിയുമ്പം ഒരു ഗ്ലാസ് ബോട്ടിൽ ഇട്ടിട്ട് വെച്ചേക്കുക. അപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചിരുന്നാൽ മതി. രാവിലെ എന്നും നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് ഓരോ സ്പൂൺ വെച്ച് നിങ്ങൾക്കും കഴിക്കാം, നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കും കൊടുക്കാം. നല്ലതാണ്. ഡെയിലി ഓരോ സ്പൂൺ വെച്ച് കഴിച്ചാൽ മതി, കൂടുതലൊന്നും കഴിക്കേണ്ട, ഒരു സ്പൂൺ വെച്ചിട്ട് കഴിക്കുക. അപ്പം ഇപ്പം നിങ്ങൾക്ക് അങ്ങനെ കഴിക്കാൻ വയ്യുന്നുണ്ടെങ്കിൽ പാല് കുടിക്കുന്നവരാണെങ്കിൽ ഒരു സ്പൂൺ ആ പാലിൽ ഇട്ടിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് അങ്ങനെ കുടിക്കാം. അപ്പം എങ്ങനെ കുടിച്ചാലും നല്ല റിസൾട്ട് കിട്ടുന്നൊരു സംഭവമാണ്. ഫുൾ ബോഡി നമുക്ക് ബ്രൈറ്റൻ ചെയ്യാൻ പറ്റുന്ന, അതുപോലെ ബ്ലഡൊക്കെ ഉണ്ടാകാൻ സഹായിക്കുന്ന അടിപൊളിയായിട്ടുള്ള ലേഹ്യമാണ് ഞാൻ ഈ പറഞ്ഞു തന്നത്. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. ചെയ്ത് നോക്കി കഴിച്ചിട്ട് ഒന്ന് അഭിപ്രായം പറയണം. അപ്പം നമുക്ക് അടുത്ത വീഡിയോ കാണാം. ടാറ്റാ.